നല്ല വചനം പേജിലൂടെ ക്രിസ്തു തത്വശാസ്ത്ര ചിന്തകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമത്വമുള്ളവൻ എന്നുള്ള ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാൻ 5:18 യഹൂദന്മാർ അവനെ കല്ലെറിയാൻ ഭാവിച്ചു എന്ന് വായിക്കുന്നു. അതിന്റെ കാരണം പറയുന്നത് അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം തന്റെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു പോന്നു എന്ന് വായിക്കുന്നു. ആവർത്തന പുസ്തകം 6:4 അർത്ഥം ആഴമായി വിശ്വസിച്ചവരായിരുന്നു യഹൂദന്മാർ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ദൈവവചനം. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് യേശു തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. വാസ്തവത്തിൽ ഈ അവകാശ പ്രഖ്യാപനം ദൈവത്തോട് താൻ സമത്വമുള്ളവനാണ് എന്നുള്ളത് തെളിയുകയാണ്. യോഹന്നാൻ 14:9 എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവും പിതാവായ ദൈവവും ഒരാൾ തന്നെ എന്ന് അവിടെ പറയുന്നു. കൊലോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, അതായത് ദൈവത്തിന്റെ ദൃശ്യമാക്കപ്പെട്ട രൂപം, പ്രതിബിംബം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എബ്രായലേഖനത്തിൽ ഇതേ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഹി ഈസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറയുന്നു. അത് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുകയാണ്. യോഹന്നാൻ 10:33 നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തം മാത്രമേ നീ മനുഷ്യനായിക്ക് നിന്നെ തന്നെ ദൈവമാക്കുന്ന മുതലേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് യഹൂദന്മാർ യേശുവിനോട് പ്രതികരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ദൈവത്തോടുള്ള സ്ഥിതി സമത്വം അത് ഏറ്റവും അധികം ഉറക്കെ പ്രഖ്യാപിക്കുന്ന വാക്യഭാഗങ്ങളാണ് ഫിലിപ്പിയർ 2:5-8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോട് തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുവാൻ മനുഷ്യരൂപം സ്വീകരിച്ചപ്പോൾ തന്റെ ദൈവത്വം അവിടെ ഒഴിഞ്ഞു വെച്ചു എന്നാണ് ചില ആളുകൾ ചില വേദ വിപരീതികൾ പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ യേശു ക്രിസ്തു സ്വർഗത്തിൽ ഒഴിഞ്ഞു വെച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അത് യേശുവിന്റെ ദൈവത്വമായിരുന്നില്ല, മറിച്ച് നിത്യതയിൽ പിതാവിനോടുകൂടെ തനിക്കുണ്ടായിരുന്ന മഹത്വമായിരുന്നു. സോ ഹി ലെഫ്റ്റ് aside ഹിസ് ഇറ്റേണൽ ഗ്ലോറി. നിത്യതയിൽ തനിക്കുണ്ടായിരുന്ന മഹത്വം താന് അവിടെ ഒഴിഞ്ഞു വെച്ചു. ദൈവവും മനുഷ്യനും എന്ന നിലയിൽ 100% ദൈവവും 100% മനുഷ്യനുമായി ഈ ഭൂമിയിൽ അവതരിച്ചവരാണ് കർത്താവായ യേശു. അപ്പോൾ ആ യേശു ക്രിസ്തു ദൈവത്തോട് സമാനനല്ല, അവൻ സമനാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ അത് തന്നെയാണ് കർത്താവായ യേശു. വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ഭാഗമാണത്. എങ്കിലും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അത് ഒതുക്കേണ്ടത് ആവശ്യമാണല്ലോ. ദൈവത്തിന് മാത്രമുള്ള ഗുണലക്ഷണങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ളതായി പറയുന്നു. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സ്വയംഭൂവത്വം, ന്യായാധിപത്വം, സൃഷ്ടികർമ്മത്വം ഇത്യാദി ഗുണസവിശേഷതകൾ ദൈവത്തിന് മാത്രം ആരോപിക്കപ്പെടുന്ന ഗുണവിശേഷങ്ങളാണ്. ഈ പറയപ്പെട്ട ഗുണവിശേഷങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനും ഉള്ളതായി തിരുവെഴുത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:5 കർത്താവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. മനുഷ്യ പ്രത്യക്ഷയ്ക്ക് മുമ്പ് തന്നെ താൻ സമ്പൂർണനായ ദൈവമായിരുന്നു. ആ യോഹന്നാന്റെ സാക്ഷ്യത്തിന് ചേർന്ന തീത്തോസ് 2:13 പറയുകയാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ
യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നു. അപ്പൊ നാം ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നുവോ ആ ദൈവം നമ്മുടെ രക്ഷിതാവും ഒരിക്കൽ ബേത്ലഹേമിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പൂജാതനായവനും ആണെന്ന് പറയുകയാണ്. യൂദ തന്റെ ലേഖനത്തിന്റെ ആശീർവാദ വചനം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് 25-ാം വാക്യം ഏറ്റവും ശ്രദ്ധേയമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് സമത്വമുള്ളവനാണ്. അതായത് ദൈവത്തോട് സമൻ ആണ്, സമാനൻ അല്ല. അവിടുന്ന് സമ്പൂർണനായ ദൈവമാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.